ശരത്ലാൽ, കേരളത്തിൽ അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് ജീവൻ നഷ്ടമായതിനു ശേഷം സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് രാജസ്ഥാനിലും. അപ്പോൾ രാജ്യമാകെ തന്നെ BLOമാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാനല്ലേ? അതെ ലക്ഷ്മി പത്മ, രാജ്യം മുഴുവൻ BLOമാർക്ക് കടുത്ത സമ്മർദ്ദമുണ്ട്. രാജസ്ഥാനിൽ ഇപ്പോൾ മുകേഷ് ഷാ, അപ്പോൾ നമ്മൾ അല്പസമയം റിപ്പോർട്ട് ചെയ്താണ്, രാജസ്ഥാനിൽ തീവണ്ടിക്ക് മുമ്പ് ചാടി ആത്മഹത്യ ചെയ്ത മുകേഷ്, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ ജോലി സമ്മർദ്ദം സംബന്ധിച്ചിട്ട് പരാമർശമുണ്ട്. സുഹൃത്തുക്കൾ SIR ജോലി മൂലമാണ് ആത്മഹത്യ എന്ന് സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ പറയുന്നു. ഇതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ ജില്ലയിൽ അംഗൻവാടി ടീച്ചർ നിമിത കുഴഞ്ഞു വീണ് മരിച്ചു. SIRലെ BLO ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന സമ്മർദ്ദം മൂലമാണ് ഈ കുഴഞ്ഞു വീണ് മരിച്ചത് എന്ന് നിമിത ആൻസണിന്റെ ഭർത്താവ് തന്നെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തുടനീളം SIR നടപ്പിലാക്കുന്ന കീഴിൽ BLOമാർക്ക് കടുത്ത സമ്മർദ്ദമാണ് നേരിടുന്നത് എന്നതിൻ്റെ 2 ഉദാഹരണങ്ങളായി നമുക്കിതിനെ കണക്ക് കൂട്ടാം ലക്ഷ്മി. ഏതായാലും നമിതയുടെ മരണത്തെ തുടർന്ന് സിലിഗുഡിയിലും അതേപോലെ മറ്റു പല വെസ്റ്റ് ബംഗാളിലെ പല ജില്ലകളിലും BLOമാർ കടുത്ത പ്രതിഷേധം ഉയർത്തിയിരുന്നു. കാരണം ഈ BLOമാർ അത് കഴിഞ്ഞ രേഖകൾ പരിശോധിക്കും, അത് കഴിഞ്ഞ് ഇത് BLO ആപ്പിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ നിരവധി ജോലി ഭാരങ്ങളുണ്ട് എന്ന് കാണിച്ചായിരുന്നു അവരുടെ പ്രതിഷേധം. ഏകദേശം ആ രീതിയിൽ തന്നെയാണ് രാജസ്ഥാനിലെ സ്ഥിതിഗതികൾ. ഏതായാലും BLOമാരെ സംബന്ധിച്ചോളം കടുത്ത ജോലി ഭാരമുണ്ട് എന്നതിൽ തർക്കമില്ല. അതുമാത്രവുമല്ല, BLOമാർക്ക് കടുത്ത ശിക്ഷാ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഏത് വ്യാജമായ വോട്ടർ പട്ടികയിൽ കടന്നു കയറിയാലും അതിൻ്റെ നടപടി നേരിടേണ്ടത് BLO ആണ്. വോട്ട് ചോരി അടക്കമുള്ള വിവാദങ്ങൾ ഉയർന്നപ്പോഴും അതിലെ മുഖ്യ പ്രതിസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈകഴുകി മുഖ്യ പ്രതിസ്ഥാനത്ത് എത്തുന്നതും BLOമാരാണ്. അതുകൊണ്ട് തന്നെ BLOമാരുടെ തമ്മിൽ വളരെ അധികം ജോലി സമ്മർദ്ദമുണ്ട് എന്നത് തന്നെയാണ് യഥാർത്ഥം. രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം പലപ്പോഴും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് BLOമാർ സംബന്ധിച്ചുള്ള ഈ സമ്മർദ്ദത്തിൽ എത്തുന്നത് എന്നതുകൂടി നമുക്ക് എടുത്തു പറയേണ്ടി വരും. രാജസ്ഥാനിലെയും പശ്ചിമ ബംഗാളിലെയും സംഭവങ്ങൾ കൂട്ടി ചേർത്ത് വായിക്കുമ്പോൾ, കേരളത്തെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇക്കാര്യത്തിൽ BLOമാരുടെ സമ്മർദ്ദം മൂലം ആത്മഹത്യ പെരുകുന്നു എന്ന് തന്നെ, ആത്മഹത്യക്ക് നയിക്കുന്നു എന്ന് തന്നെ നമ്മൾ കണക്ക് കൂട്ടേണ്ടി വരും. ഏതായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇക്കാര്യത്തിൽ പശ്ചിമ ബംഗാളിലെയും കേരളത്തിലെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാർ ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്.